ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഹെൽത്ത് ഫോക്സെറ്റ് എന്ന് പറയുന്ന ബാത്റൂമിലെ ഒരു ഫെസിലിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഹെൽത്ത് ഫോക്സെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ക്ലോസറ്റിൻ്റെ കൂടെ വരുന്ന വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ഷവറാണ്, അല്ലെങ്കിൽ ഒരു സ്പ്രേ ഗണ്ണാണ്. അപ്പോൾ ഈ ഹെൽത്ത് ഫോക്സെറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഫോക്സെറ്റിൻ്റെ വെയിറ്റ് ആണ് പ്രധാന കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഫോക്സെറ്റിന് വെയിറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൂടാതെ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പിടിവിട്ട് ക്ലോസറ്റിൻ്റെ എഡ്ജസിൽ വീണ് കഴിഞ്ഞാൽ ക്ലോസറ്റിൻ്റെ എഡ്ജുകൾ പൊട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലേ തെറിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറഞ്ഞ തരത്തിലുള്ള ഹെൽത്ത് ഫോക്സെറ്റുകൾ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. നമ്മൾ നല്ല മോഡലുകളാണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റുള്ള ചില ഇരുമ്പിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ പിച്ചളയുടെയോ ഒക്കെ ഹെൽത്ത് ഫോക്സെറ്റുകൾ വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് ഫോക്സെറ്റിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള അതിൻ്റെ ഫ്ലെക്സിബിൾ പൈപ്പ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ കളറിലുള്ള സാധനം, അല്ലേ, ഒരു പൈപ്പ്, ചുരുണ്ട ഒരു പൈപ്പ് എന്ന് പറയുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ചുരുണ്ട പോലത്തെ ഒരു പൈപ്പ്. ഇതിന് ചില കണ്ടീഷനുകളിൽ തുരുമ്പ് പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് അതിന് തുരുമ്പ് പിടിക്കുന്നത്. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള നല്ല കൂടിയ ഒരു തരത്തിലുള്ള പൈപ്പുകളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ തുരുമ്പൊക്കെ വരുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മൾ വളരെ വില കുറഞ്ഞ തരത്തിലുള്ള ഒരു ഹെൽത്ത് ഫോക്സെറ്റിൻ്റെ പൈപ്പാണ് വാങ്ങുന്നതെങ്കിൽ, കണക്ഷൻ പൈപ്പുകളാണ് വാങ്ങുന്നതെങ്കിൽ അതിന് പെട്ടെന്ന് തുരുമ്പടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ രണ്ടാമത്തെ തരത്തിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ അല്ലാത്ത നമ്മുടെ PVC പോലെയുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഫ്ലെക്സിബിൾ അല്ല. ആദ്യത്തെ കുറച്ച് നാൾ ഫ്ലെക്സിബിൾ ആയിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വളഞ്ഞ് കയ്യിലോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരം മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും ഇതിനകത്ത് നല്ലതെന്ന് പറയുന്നത്. നമുക്കറിയാം, ഹെൽത്ത് ഫോക്സെറ്റിൻ്റെ കൂടെ നമുക്കൊരു ഹോൾഡർ അഥവാ ഹെൽത്ത് ഫോക്സെറ്റ് ഹോൾഡർ, വാൾ ഹോൾഡർ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന സാധനം കൊണ്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും നമ്മുടെ ഭിത്തിയിൽ നിന്ന് അഴിഞ്ഞു പോകും. കാര്യം നമ്മൾ കൂടുതൽ പ്രസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പിടിച്ചിളക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരിക. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ വോൾ ഹാങ്ങർ എന്ന് പറയുന്ന സാധനം എപ്പോഴും നമുക്ക് ഊരി കയ്യിലോട്ട് പോരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഉറപ്പിക്കുമ്പോൾ സാധാരണ അതിൻ്റെ കൂടെ വരുന്നൊരു സ്ക്രൂ എന്ന് പറയുന്നത് വളരെ നീളം കുറവായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ബലമുള്ളൊരു സ്ക്രൂ വെച്ച് നമുക്കത് ഉറപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളുകൂടെ, സ്ഥിരമായിട്ട് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നാളുകൂടെ കൂടുതൽ അത് നിൽക്കാൻ ചാൻസസ് കൂടുതലാണ്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഇതിൻ്റെ വാൽവ് ഓപ്പണർ എന്ന് പറയുന്ന ഭാഗം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. പലതരത്തിൽ ഇത് കാണപ്പെടുന്നുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന മോഡലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്നാൽ ഇതല്ലാതെ ഫ്ലാറ്റ് ടൈപ്പുണ്ട്. ഈ എക്സ്പോസ്ഡ് ടൈപ്പ് അല്ലാതെ ഫ്ലാറ്റ് ടൈപ്പുണ്ട്. അത് കുറച്ചുകൂടെ നമുക്ക് ഉപയോഗിക്കാൻ സൗകര്യമായിരിക്കും. എവിടെയെങ്കിലും ഉടക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ, മാത്രമല്ല വാൽവിന് വലിയ കംപ്ലൈൻറ്റുകൾ സംഭവിക്കാതെയും ഇരിക്കുന്നത് ഇതുപോലെയുള്ള വളരെ സ്മൂത്തായിട്ടുള്ള ആ ഡിസൈനിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കുറച്ച് കൂടിയ മോഡലുകൾക്കൊക്കെയാണ് കൂടുതൽ ഇത് കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോഴും ഒരു 1000 രൂപ റേഞ്ചിലൊക്കെ വരുന്നതിനൊക്കെ തൊട്ട് തന്നെ ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ, സെറയുടെ പോലെയുള്ള ചില കമ്പനികൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഹാൻഡിലിങ് സൗകര്യമായിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഹെൽത്ത് ഫോക്സെറ്റ് നമ്മൾ വാങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ പങ്കുവെച്ചത്. ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഹെൽത്ത് ഫോക്സെറ്റ് വാങ്ങാൻ. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും വലത് കൈ വെച്ചാണ് ഹെൽത്ത് ഫോക്സെറ്റ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മാക്സിമം ഒരു ബാത്റൂമിൽ വലത് വശത്തായിട്ട്, ക്ലോസറ്റിൻ്റെ വലത് വശത്തായിട്ട് തന്നെ ഹെൽത്ത് ഫോക്സെറ്റ് പിടിപ്പിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അതായിരിക്കും എൻ്റെ കൃത്യമായ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി മാനേജ് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് നമുക്കൊരു ഹെൽത്ത് ഫോക്സെറ്റിൻ്റെ യൂസേജ് കൃത്യമായി ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.